ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അസാമിൽ സുവിശേഷ യോഗങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും നിരോധിക്കുന്ന ബില്ലിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയ വാർത്തയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും നിരവധി വാദപ്രതിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഗുവാഹത്തി ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ സൺഡേ ഷാലോം ന്യൂസിനോട് പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ആസാം ക്യാബിനറ്റ് മാന്ത്രിക രോഗശാന്തി രീതികൾ നിരോധിക്കുന്നതിനും അത്തരങ്ങൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സുവിശേഷവത്കരണം തടയുന്നതിനുമായിട്ടുള്ള പ്രമേയം അംഗീകരിച്ചു. ചികിത്സയുടെ പേരിലുള്ള മാന്ത്രിക ചികിത്സയാണ് ആദിവാസികളെ മതപരിവർത്തനം ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ആസാം മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത ബിശ്വ ശർമ്മ പറയുന്നു. ബധിരത, അന്ധത മുതലായ അപായ രോഗങ്ങളെ സുഖപ്പെടുത്താൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇത്തരം രോഗശാന്തികൾ നടത്തുന്നു. മതങ്ങളുടെ സ്റ്റാറ്റസ് നിലനിർത്തേണ്ടതുണ്ട്. ഹിന്ദുക്കളായിട്ടും ക്രിസ്ത്യൻസ് ആയിട്ടും മുസ്ലിം ആയിട്ടും തുടരണം. അതുകൊണ്ട് ഈ ബിൽ അസംബ്ലിയിൽ പാസ്സാക്കുമെന്നും ഹീലിംഗ് പ്രാക്ടീസ് ബിൽ 2024 എന്നറിയപ്പെടുമെന്നും അതിന് എതിരായി പ്രവർത്തിക്കുന്നവർ കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു നിയമനിർമ്മാണം അനാവശ്യവും വഴിതെറ്റിക്കുന്നതുമാണെന്ന് ആസാമിലെ സഭാ നേതാക്കൾ കരുതുന്നു. രോഗികൾക്ക് അത്യാവശ്യ സേവനങ്ങൾ നൽകുന്ന അംഗീകൃത മെഡിക്കൽ ചട്ടങ്ങളിലുള്ളിൽ ആശുപത്രികളും ഡിസ്പെൻസറികളും സഭ നടത്തുന്നു. രോഗശാന്തി മതപരിവർത്തനത്തിൻ്റെ പര്യായമല്ല. മതപരമായ വ്യത്യാസമല്ലാതെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളോടുള്ള അനുകമ്പയോടുള്ള പ്രതികരണമാണിത്. എല്ലാ മതങ്ങളിലും സാർവത്രിക സമ്പ്രദായമാണ് സൗഖ്യ പ്രാർത്ഥന. അതിനെ മാജിക്കൽ എന്ന് വിളിക്കുന്നത് ലളിതീകരണമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ക്രൈസ്തവർ നടത്തുന്ന സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വവാദികൾ ഭീഷണി മുഴക്കിയ സംഭവത്തിലും ആർച്ച് ബിഷപ്പ് തൻ്റെ ആശങ്ക രേഖപ്പെടുത്തി. രണ്ടാമതായി 15 ദിവസത്തിനകം സ്കൂൾ പരിസരത്ത് നിന്ന് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും എല്ലാ രൂപങ്ങളും എടുത്തു മാറ്റണമെന്നും പുരോഹിതരും സന്യസ്തരും തങ്ങളുടെ മതപരമായ വസ്ത്രം സ്കൂളിൽ ധരിക്കരുതുമെന്നും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി 13 അയച്ച കത്തിലൂടെ കുടുംബ സുരക്ഷാ സമിതി ഭീഷണി നൽകി. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ മതേതര സംഭവത്തിന് എതിരാണെന്ന് അവർ വാദിക്കുന്നു. ഇത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കിടയിൽ അസമാധാനം വളർത്തുന്നു. സ്കൂളിൽ സരസ്വതി പൂജ അനുവദിക്കണമെന്നും ഈ സമിതി ആവശ്യപ്പെട്ടു. തങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരായതിനാൽ ആസാം ക്രിസ്ത്യാനികൾ ഈ ആവശ്യങ്ങൾ നിരസിക്കുന്നു. എന്നാലും അവരുടെ ഡിമാൻഡ് പല സാധാരണക്കാരിലും ക്രിസ്ത്യാനി വിരുദ്ധ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ആസാമിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആശങ്കാജനകമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഡാനിയൽ അച്ഛനും ബിനോയ് അച്ഛനും പറഞ്ഞതുപോലെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സൺഡേ ഷാലോം ന്യൂസ് ഡെസ്ക്, ഗുവാഹത്തി.